ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഞാൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് അക്കോർഡിംഗ് ടു മീ. ഞാൻ ഈ അന്വേഷണമായി പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയെ തകർക്കാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഈ പാർട്ടി തിരിച്ചു വന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ അടിവേര് വെട്ടാൻ PV തയ്യാറാവില്ല. ഞാൻ അറിഞ്ഞ വിവരങ്ങൾ ഈ നാട്ടിലേക്ക് ഷെയർ ചെയ്താൽ AKG സെൻറ്റർ പോലീസ് സഹാക്കൾ ഓടേണ്ടി വരും. ഞാൻ ചെയ്യൂലപ്പോൾ. പക്ഷെ എൻ്റെ മേത്തേക്ക് എടുത്താലുണ്ടല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് എടുക്കാൻ, എന്നെ കള്ളക്കേസിൽ കൊടുക്കാനാണ് പരിപാടിയെങ്കിൽ, എന്നെ കൊല്ലാനാണ് പരിപാടിയെങ്കിൽ, അപ്പോൾ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ തെളിവും കീശി വെച്ച് നടക്കില്ല. എനിക്കറിയാം എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന്. അജിത് കുമാറിൻ്റെ ശേഷി എനിക്കറിയാം, അവൻ്റെ വിദേശത്തിലെ ശേഷി എനിക്കറിയാം, അന്യ സംസ്ഥാനങ്ങളിലെ ശേഷി എനിക്കറിയാം. അപ്പം അത് എവിടെയൊക്കെ എത്തിക്കണമോ, എവിടെയൊക്കെ അത് വെക്കണോ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കാലിയായാലും തെളിവ് ഇങ്ങനെ വരും. മനസ്സിലായോ? അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താ ചോദിച്ചത്? അത് എന്നേറ്റുണ്ടായ എന്നെ കാര്യം അല്ല, അതൊരു പ്രപഞ്ച സത്യമല്ലേ? മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ഈ കോലത്തിൽ നടക്കുമോ? ഒരു ദിവസമല്ലല്ലോ, 3 കൊല്ലമായിട്ട് നടക്കുന്ന ഈ പറയുന്ന ഈ തോന്നിവാസം ഇൻ്റലിജൻസില്ലേ, സ്പെഷ്യൽ ബ്രാഞ്ചില്ലേ, വിജിലൻസില്ലേ, കേന്ദ്ര ഏജൻസികളില്ലേ, നാട്ടുകാരില്ലേ, പാർട്ടിക്കാരില്ലേ, പബ്ലിക്കായിട്ടല്ലേ കരിപ്പൂരിൽ നിന്ന് അടിച്ചു പോണ്. 10 മണി കഴിഞ്ഞാൽ കരിപ്പൂർ ആ റോഡ് ബ്ലോക്ക് ചെയ്യണമല്ലേ, ലൈറ്റ് ഓഫ് ചെയ്യണം. എവിടെയും ഒരു നിയമമല്ല. സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ചെയ്യണം, കടകൾ ഓഫ് ചെയ്യണം. സുജിത് ദാസിൻ്റെ ഓർഡറാ. എൻ്റെ ഫോണിലുണ്ട്, ഞാൻ ഇട്ടുതരാം, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിലൊക്കെ പല പത്രക്കാരും ഒന്ന് ഇടപെട്ടതാ. അങ്ങനെ സ്വന്തമായി ഒരു നിയമം ഉണ്ടാക്കി കസ്റ്റംസിന് കൊടുക്കേണ്ട പിടിക്കുന്ന സ്വർണം കസ്റ്റംസിന് കൊടുക്കാതെ 102 CRPC ഉപയോഗിച്ച് കളവ് മുതലാണെന്ന സംശയത്തിൽ കോടതിയിൽ കൊണ്ട് ഹാജരാക്കി ഇത് വെട്ടി തിരുത്തി അതിനെ തൂക്കെടുത്ത് പോവാണ്. ഇതുവരെ അന്വേഷിക്കാൻ കണ്ടിട്ടില്ല. നാളെ ഞങ്ങളെല്ലാവരും വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം, ഒരു തട്ടാൻ ഉണ്ണിൻ്റെ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്ന അപ്രൈസർ, നാളെ ഉണ്ണിൻ്റെ സ്വത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. പോലീസ് കണ്ടെത്തിയിട്ടില്ലല്ലോ. നാളെ രാവിലെ ചായ കുടിച്ച് റെഡി ആയിക്കോ. നാളെ രാവിലെ മുതൽ ചലോ കൊണ്ടോട്ടി. മനസ്സിലായില്ലേ? അല്ല, തെളിവ് ഞാൻ തരാം. ഞാൻ പാർട്ടിക്കെതിരല്ല പറയുന്നത്. ഞാൻ പാർട്ടി ഇത് എന്താ, വാട്ട് ഈസ് പാർട്ടി? യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് പാർട്ടി, വാട്ട് യു മീൻ ബൈ പാർട്ടി എന്ന് പറഞ്ഞേ. അല്ല, പറയൂ. ചോദ്യം ചോദിച്ചാൽ പോരാ. ഇഫ് ഐ ആം ആസ്കിങ് സം ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ഓൾസോ. ടെൽ മീ വാട്ട് ഈസ് പാർട്ടി. പാർട്ടി എന്താ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ആ പാർട്ടി എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി പ്രവർത്തകരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സഖാക്കളാണ്. മനസ്സിലായോ? അതിൻ്റെ മുകളിലുള്ള മേൽക്കൂര മാത്രമാണ് പാർട്ടി ലീഡേഴ്സ്. മനസ്സിലായോ? ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് പാർട്ടി സഖാക്കളാണ്. അവരുടെ വിഷയമാണ് പൊന്നാര സഹോദരൻ. സൂപ്പർ നേതാക്കളാണ്, പക്ഷെ കാലിൽ ചെങ്ങലുണ്ട്, കൊച്ചു വിലങ്ങാണ്. അദ്ദേഹത്തിന് പറയാന്ന്, അദ്ദേഹത്തിന് അത്രയും മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നേരം കൊടുത്തോളൂ. ഇനി ഇത്രയും വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമോ, അതോ പാർലമെന്ററി പാർട്ടിയിലെങ്കിലും മാറിയിരിക്കുമോ? അതൊന്നും പറയാനായിട്ടില്ല. നിങ്ങൾക്ക് അതിൽ ലേശം തിരക്കുണ്ടാവും. അത് നമുക്ക് നോക്കാം. ഒരു കുറവ് ഇപ്പോഴും ഇല്ല. മുഖ്യമന്ത്രിക്ക് അതിൽ പരിപൂർണമായ മുഖ്യമന്ത്രിക്ക് അതിൽ ബഹുമാനം ഉണ്ട്. അതിൽ യാതൊരു തർക്കമില്ല. അല്ല, അത് ഞാൻ പണ്ട് പറഞ്ഞത്, എൻ്റെ പിതാവിനെ പോലെയാണ് ഞാൻ. അങ്ങനെ ഇങ്ങനെ ഒരു കുടുംബഞ്ചനായി നമ്മൾ ചെയ്യും. ആ മക്കൾ തള്ളിപ്പറയും, അതാണ് അവൻ കോൺഗ്രസ് വന്നാണ്, ആ സംസ്കാരം. എനിക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെ ആയിരുന്നില്ല ഉന്നയിക്കേണ്ടത്. ഓക്കെ, കറക്റ്റാണ്. പാർട്ടി സംവിധാനതല്ല, അതൊക്കെ നമുക്ക് കേൾക്കാം. അവന് കുറച്ച് മൂപ്പധികമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും. ഒരു പ്രശ്നമില്ല. കള്ളനാണ്. അല്ലല്ലല്ലല്ലല്ലല്ല, കള്ളനാക്കാൻ നോക്കിയാൽ പിന്നെന്താണ് ഭീഷണിപ്പെടുത്തുക? എന്താ ഭീഷണി? ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി, അല്ലേ? അല്ല ഒരു മിനിറ്റ് ഞാൻ തരാം. ഐ വിൽ ഗിവ് യു ടൈം. നേരം വിളിക്കുന്നവരെ ഇരിക്കാം. ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി അന്വേഷിക്കണം. ആ കത്തിൻ്റെ പേര് ഇന്നലെ എനിക്ക് കിട്ടി. അതിൽ ഗവർണർ അൻവറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത്,
ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തലിനെ കുറിച്ചാണ് അന്വേഷിക്കാൻ പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചോ? തെറ്റിപ്പോയി, മനസ്സിലായോ? അത് അങ്ങനെ എല്ലാവരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ആ ഒരു കുടുംബത്തിനല്ല ഞാൻ വന്നത്, മനസ്സിലായോ? നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിനാണ്. വർഷക്കണക്കിന് ജയിലിൽ കിടന്ന വാപ്പാരും വെല്ലിപ്പാരുടെ കുടുംബത്തിനാണ്. ആ രക്തമാണ് എൻ്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് അതിനാരും വരണ്ട. ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങളോട്, ഈ ഭൂമിയിൽ PV അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്കും മുമ്പിൽ ഞാൻ കീഴ്പ്പെടുള്ളൂ. ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട. മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത്. അതിൽ ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഓരോരുത്തർ ചോദിക്കും. ഈ വിഷയം വളരെ ഗൗരവമാണ്. കാരണം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് ആരോപിക്കുന്ന ഒരു വിഷയം. അപ്പോൾ താങ്കൾ ഉത്തമ ബോധ്യത്തോടുകൂടിയാണോ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് ഈ കള്ളക്കടത്ത് സംഘങ്ങളുമായി? അല്ല, മുഖ്യമന്ത്രിക്ക് അറിവുണ്ട് എന്ന് പറഞ്ഞ ശശിയാണ് ഇതിൻ്റെ ആള്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ ശശിയെക്കുറിച്ച് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? ഈ സംസ്ഥാനത്ത് ഒരു സഖാക്കൾക്കും അഭിപ്രായമില്ലാത്തൊരു വ്യക്തി അത്. ഞാൻ സംസാരിച്ച ഒരാൾക്കും, താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരാൾക്കും അഭിപ്രായമില്ല. ഇതെന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇനി വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ചെയ്യുന്നുണ്ടെങ്കിൽ. അയാൾക്ക് ഇൻ്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നു, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കുന്ന രീതി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. ഇപ്പം പണ്ട് ശിവശങ്കർ, നിങ്ങൾ മനസ്സിലാക്കണം, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത്, അല്ലേ? എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത്? ഈ ഇൻ്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ അന്ന് കേരളത്തിലില്ലേ?